ബി4 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് 1-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന മത്സരം ഹോം മാച്ച് തന്നെയാണ്. കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL സീസൺ 5 ഈ മത്സരത്തോടു കൂടി കഴിയുകയായി. വളരെ നിരാശാജനകമായൊരു സീസൺ ആയിരുന്നു ഈ സീസൺ. എങ്കിലും ഞാനിന്ന് ഈ വീഡിയോ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ മാച്ചിൻ്റെ പ്രീ മാച്ച് അനാലിസിസും സ്റ്റാർട്ടിംഗ് 11 പ്രൊഡിക്റ്റ് ചെയ്യാനുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഡയറക്റ്റ് സ്റ്റാർട്ടിംഗ് 11ലേക്ക് തന്നെ കിടക്കാം. സ്റ്റാർട്ടിംഗ് 11 പറയുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ ധീരജ് സിംഗ് തന്നെയായിരിക്കും തുടരുക. ഈ സീസൺ ത്രൂ ഔട്ട് എടുത്ത് നോക്കിയാൽ ധീരജ് സിംഗിൻ്റെ പ്രകടനം വളരെ മികച്ച പ്രകടനമായിരുന്നു. ഒരുപക്ഷെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് വരെ നേടാൻ സാധ്യത ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ധീരജ് സിംഗ്. ഈ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് ധീരജ് സിംഗ് കാഴ്ചവെച്ചത്. ഇനി നമ്മൾ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസിൽ 4 പേരുണ്ടാവും. സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് സന്ദേശ് ചിങ്ങിനും ലാക്കിറ്റ് പെസിച്ചും, റൈറ്റ് വിങ്ങിൽ റാക്കിപ്പും ലെഫ്റ്റ് വിങ്ങിൽ പ്രീതം സിംഗും ആയിരിക്കും തുടരുക. നമുക്കറിയാം, ലാക്കിറ്റ് പെസിച്ച് 2 മത്സരത്തെ സസ്പെൻഷന് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ജിങ്കൻ നമുക്കറിയാം സെൻറ്റർ ബാക്കായിട്ട് വളരെ മികച്ച പ്രകടനമാണ് ത്രൂ ഔട്ട് എല്ലാ മത്സരത്തിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റാക്കിപ്പും നല്ല പ്രകടനം കാഴ്ചവെച്ചു അവസാന മത്സരങ്ങളിൽ. പ്രീതം സിംഗും അത്യാവശ്യം നന്നായി തന്നെ ഡിഫെൻഡ് ചെയ്ത്, നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് അവസാനമായി 3 മത്സരങ്ങളിലായിട്ട് ഇറക്കിയ ഒരു താരമാണ് പ്രീതം സിംഗ്. വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജോലി നിറവേറ്റുകയുണ്ടായിരുന്നു. ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൽ 3 പേരുണ്ടാവും. കറേജ് പെക്കുസനും കിസിറോൺ കിസിറ്റോയും സഹൽ അബ്ദുൾ സമദും 3 പേരും മിഡിൽ ഉണ്ടായിരിക്കും. കിസിറോൺ കിസിറ്റോ പരിക്ക് മാറുകയാണെങ്കിൽ മാത്രമാണ് സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങുകയുള്ളൂ. അദ്ദേഹം മാച്ച് ഫിറ്റ്നസ് നേടിയെടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഞാൻ ഇതിൽ നമുക്കറിയാം ഏറ്റവും കേരളത്തിൻ്റെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച 3 മിഡ്ഫീൽഡേഴ്സാണ് കറേജ് പെക്കുസനും കിസിറോൺ കിസിറ്റോയും സഹൽ അബ്ദുൾ സമദും. പ്രത്യേകിച്ച് സഹൽ അബ്ദുൾ സമദിൻ്റെ പ്രകടനം എടുത്ത് പറയേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിന് സഹൽ അബ്ദുൾ സമദും യോഗ്യനാണ്. ഇത്തവണ ഈ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് ഈ യങ്സ്റ്ററിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതാണ് നമ്മുടെ മിഡ്ഫീൽഡ്. അത്യാവശ്യം നന്നായി തന്നെ പന്ത് ഹോൾഡ് ചെയ്ത് അറ്റാക്കിംഗ് സൈഡിലേക്ക് പാസ് കൊടുക്കാനും വളരെ നല്ല കഴിവുള്ള മിഡ്ഫീൽഡ് തന്നെയാണ് ഈ 3 പേരും. ഇനി നമ്മൾ ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർവേഡിൽ 3 പേരുണ്ടാവും. സ്ലാവിസ സ്റ്റോയിനോവിച്ചും മത്തേജ് പോപ്ലാണ്ടിക്കും സെമിൻ ലെൻഡുങ്കനുമായിരിക്കും 3 പേരായിരിക്കും ഫോർവേഡേഴ്സായിട്ടുണ്ടാവുക. ഇതിൽ സ്ലാവിസ സ്റ്റോയിനോവിച്ചും സെമിൻ ലെൻഡുങ്കലും വിങ്ങുകളിൽ കളിക്കുമ്പോൾ മത്തേജ് പോപ്ലാണ്ടിക് സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കും. നമുക്കറിയാം ഈ ഫോർവേഡ് ധാരാളം പഴി കേട്ടിട്ടുള്ള ഒരു ഫോർവേഡാണ്. ഫിനിഷിങ് വളരെ കുറവാണ്, ഒട്ടും ഫിനിഷിംഗ് ഇല്ലാത്തൊരു ഫോർവേഡാണ്. ഈവൻ നമുക്ക് സെമിൻ ലെൻഡുങ്കൽ പാസ് ചെയ്യാണ്ട് കുറേ നേരം ബോൾ ഹോൾഡ് ചെയ്ത് പന്ത് തുലച്ച് കളയുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഈ സീസണിൽ കുറേ കണ്ടു. മത്തേജ് പോപ്ലാണ്ടിക് ആവട്ടെ സ്ലാവിസ സ്റ്റോയിനോവിച്ച് ഓപ്പൺ ചാൻസുകളും പുറത്തേക്ക് അടിച്ച് കളയുന്ന കാഴ്ചയും നമ്മൾ ഈ സീസണിൽ കണ്ടു. അപ്പോൾ ഫിനിഷിംഗ് കുറവുകൾ കാരണമാണ് നിരവധി ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യാണ്ട് പോയത്. എങ്കിലും ഈ ഫോർവേഡ് തന്നെയായിരിക്കും അവസാന മത്സരത്തിലും കോച്ച് നിലോ വികാണ്ട ഇറക്കുക. നമുക്കറിയാം, നിലോ വികാണ്ട വന്നതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഉണർന്ന് കളിച്ച് തുടങ്ങിയത്. ഹൈ ബോൾ ടാക്ക് വിട്ട് നല്ല രീതിയിൽ ബോൾ പാസ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയതും നിലോ വന്നതിന് ശേഷമാണ്. അപ്പോൾ ISL സീസൺ 5 ഇവിടെ ഈ മത്സരത്തോടു കൂടി തീരുകയാണ്. ഈ സീസണിൻ്റെ ടോട്ടൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അനാലിസിസ് ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്ന് എന്ത് നേടി, എന്ത് പഠിച്ചു എല്ലാം ഞാൻ ആ വീഡിയോ വിശദമായി പറയുന്നുണ്ട്. എനിവേ, ഇതായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് 11 അവസാന മത്സരത്തിലുള്ളത്. കൊച്ചിയിലാണ് അവസാന മത്സരം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നമുക്കറിയാം, അവർ ആ ചരിത്രത്തിൽ ISL ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ സെമി ഫൈനലിൽ കയറിയിരിക്കുകയാണ്. അവർ അവരുടെ മെയിൻ പ്ലെയേഴ്സിന് ആരെയും ഇറക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഒരുപക്ഷെ വിശ്രമം കൊടുത്തേക്കാം. എങ്കിലും നമുക്ക് ഒരു വിജയം തന്നെ പ്രതീക്ഷിക്കാം. അവസാന മത്സരം ഒരു രാജകീയമായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം. ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.